ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ബീഫ് ചില്ലിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് തീ കത്തിച്ചിട്ടില്ല കേട്ടോ. അതിന് ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ബീഫാണ്. 1/2 കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി വെള്ളം വാർന്നതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 6-7 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഉള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി അരച്ചെടുക്കുക. ഞാനിപ്പോൾ പേസ്റ്റ് ആയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അരക്കുമ്പോൾ പേസ്റ്റാക്കി അരച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് ക്രഷ് ചെയ്ത മുളക്, വറ്റൽ മുളക് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക, 1 ടേബിൾ സ്പൂൺ. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഉണ്ടായില്ല, അപ്പോൾ അതുകൊണ്ട് ചേർക്കണില്ല. പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. കോൺഫ്ലോർ ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ അരമുടി വിനീഗർ ചേർത്ത് കൊടുക്കുക. വിനീഗർ ചേർത്ത് കൊടുക്കണ ക്ലിപ്പ് മിസ്സായതാണ്, അപ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കോൺഫ്ലോർ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ബീഫ് വേവിച്ചെടുത്ത വെള്ളമുണ്ടല്ലോ, അത് കുറച്ച് ചേർത്ത് കൊടുക്കുക. കുറച്ച് തിക്കാവുന്നവരെ മസാല തിക്കായിട്ട് കിട്ടണം, എന്നാലേ ഇതിൽ പിടിക്കുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് ചേർത്തിട്ടുള്ളൂ കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ബീഫ് വേവിച്ചെടുത്തത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നീളത്തിൽ. അപ്പോൾ അതുപോലെ കട്ട് ചെയ്തെടുത്തത് അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂറോ 1 മണിക്കൂറോ വെക്കുക. എന്നിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ 1/2 മണിക്കൂർ വെച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറൊക്കെ വെച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതിന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി നമുക്ക് വെളിച്ചെണ്ണ വേണം ചൂടാക്കാൻ വേണ്ടിയിട്ട്. വെളിച്ചെണ്ണ ഇല്ലെന്നുണ്ടെങ്കിൽ ഓയിലെടുക്കുക. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യണത്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ കുറച്ച് പച്ചമുളക് ഫ്രൈ ചെയ്ത് മാറ്റണം. ഞാനിപ്പോൾ അത് വിട്ടുപോയതാണ്, ഞാൻ ലാസ്റ്റാണ് എന്നിട്ട് ഫ്രൈ ചെയ്യാനിടുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ പച്ചമുളക് ഫ്രൈ ചെയ്ത് മാറ്റിയാൽ നല്ല ഇതായിരിക്കും.
അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള. ഇതുപോലെ ബാക്കി എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ റെസിപ്പി. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ. താങ്ക് യു.